In the last class, we discussed the electric currents in conductors. ഒരു കണ്ടക്ടറിൽ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഒന്നും അപ്ലൈ ചെയ്യാത്ത സാഹചര്യത്തിൽ, ദാറ്റ് ഈസ് വെൻ ദർ ഈസ് നോ ഇലക്ട്രിക് ഫീൽഡ് പ്രസന്റ്, ആ സമയത്ത് ഒരു കണ്ടക്ടറിലെ ഇലക്ട്രോൺസ്, ഫ്രീ ഇലക്ട്രോൺസ് റാൻഡം മോഷനിലായിരിക്കും. അതിന് തെർമൽ മോഷൻ ഉണ്ടായിരിക്കും, അത് റാൻഡം ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺസ് ഈ പോസിറ്റീവ് അയോൺസുമായിട്ട് കൊളൈഡ് ചെയ്യുന്നു. ആ കൊളീഷന് ശേഷം അതിന്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറുന്നു. ഇപ്രകാരം ഒരു ഇലക്ട്രോൺസ് കൊളൈഡ് ചെയ്യുന്നു, അതിന്റെ ഡയറക്ഷൻ മാറുന്നു. അങ്ങനെ ഓരോ കൊളീഷന് ശേഷവും അതിന്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ആവറേജ് വെലോസിറ്റി കൺസിഡർ ചെയ്താൽ ആവറേജ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് വിൽ ബി 0. അപ്പോൾ എല്ലാ ഇലക്ട്രോൺസിന്റെയും ആവറേജ് വെലോസിറ്റി 0 ആണ്. അതായത് ഇലക്ട്രോണിന് ഒരു നെറ്റ് ഒരു മൂവ്മെന്റ് ഉണ്ടാകുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സോ ദർ വിൽ ബി നോ നെറ്റ് ഇലക്ട്രിക് കറന്റ്. അപ്പോൾ ഒരു കണ്ടക്ടറിൽ when there is no external electric field അപ്ലൈ ചെയ്യാത്ത സാഹചര്യത്തിൽ ഇതിലെ കറന്റ് 0 ആയിരിക്കും. Now we are applying an electric field to the conductor. ഒരു കണ്ടക്ടറിന് അക്രോസ് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടുത്തെ ഫ്രീ ഇലക്ട്രോൺസിന് ഒരു വെലോസിറ്റി ലഭിക്കുന്നു. ആ വെലോസിറ്റിയെ വിളിക്കുന്നതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. അപ്പൊ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. വി ആർ കൺസിഡറിങ് എ കണ്ടക്ടർ. ഇപ്പോൾ ഈ കണ്ടക്ടറിന് അക്രോസ് ഇലക്ട്രിക് ഫീൽഡ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ഇനി വി ആർ ടേക്കിംഗ് എ ഡൈ ഇലക്ട്രിക് ഡിസ്ക്. അത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ഡൈ ഇലക്ട്രിക് ഡിസ്ക് ആണ്. അപ്പൊ ഇതിന്റെ ഡയാമീറ്റർ ഈ ഒരു ഡയാമീറ്ററിന് ഈക്വൽ വരുന്ന ഡയാമീറ്റർ ഉള്ള ഡിസ്ക് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ഡൈ ഇലക്ട്രിക് ഡിസ്കും എടുത്തു. ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് ഡിസ്കിനെ ഈ ഒരു എൻഡിൽ ഫിക്സ് ചെയ്യുന്നു. അതുപോലെ തന്നെ നെഗറ്റീവ്ലി ചാർജ്ഡ് ഡിസ്കിനെ ഈ എൻഡിലും ഫിക്സ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഫ്രം പോസിറ്റീവ് ചാർജ് ടു നെഗറ്റീവ് ചാർജ്, അതായത് ഈ ഒരു ഡയറക്ഷനിലാണ് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത് കൊണ്ട് ഇതിനകത്തുള്ള ഫ്രീ ഇലക്ട്രോൺസ് റാൻഡം മോഷനിൽ മൂവ് ചെയ്യുകയായിരുന്നു. അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരുന്ന ഇലക്ട്രോൺസിന്മേൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യാണ്. അപ്പൊ ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത് കൊണ്ട് ആ ഇലക്ട്രിക് ഫീൽഡ് ഈ ഫ്രീ ഇലക്ട്രോൺസിന്മേൽ ഒരു ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഫോഴ്സ് ഉള്ളത് കൊണ്ട് ആ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റിന് ഒരു ചെറിയ മാറ്റം വരുന്നു. അപ്പോൾ ഒരു ഇലക്ട്രോൺ നമുക്ക് ഇവിടെ ഈ എൻഡിലുള്ള ഒരു ഇലക്ട്രോൺ കൺസിഡർ ചെയ്യാം. ആ ഇലക്ട്രോൺ റാൻഡം മോഷനിൽ മൂവ് ചെയ്യുകയാണ്. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അത് അടുത്ത ഒരു പോസിറ്റീവ് അയോണുമായിട്ട് കൊളൈഡ് ചെയ്യുന്നു. കൊളീഷന് ശേഷം അതിന്റെ വെലോസിറ്റി, അതിന്റെ ഡയറക്ഷൻ മാറി വീണ്ടും കൊളീഷൻ നടക്കുന്നു. വീണ്ടും അതിന്റെ ഡയറക്ഷൻസ് ചെയ്യുന്നു. അങ്ങനെ ഓരോ കൊളീഷൻ കഴിയുമ്പോഴും അതിന്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ മൂവ്മെന്റ് ശ്രദ്ധിച്ചാൽ ഈ ഇലക്ട്രോൺ, ഇവിടെ ഇരുന്ന ഇലക്ട്രോൺ ഇപ്പോൾ മൂവ് ചെയ്ത് ഈ ഒരു പൊസിഷനിൽ എത്തി നിൽക്കുകയാണ്. അതായത് ആ ഇലക്ട്രോൺ അവിടെ തന്നെ നിന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല, അതിന് ഈ ഒരു ഡയറക്ഷനിലേക്ക് അതിനൊരു ഷിഫ്റ്റ് ഉണ്ടാകുന്ന, ഒരു ഡ്രിഫ്റ്റ് ഉണ്ടാകുന്നു. അപ്പൊ ഈ ഡ്രിഫ്റ്റിന് കാരണം ഈ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ അപ്ലൈ ചെയ്തത് കൊണ്ടാണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ എപ്പോഴും ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിന്മേൽ ഉണ്ടാകുന്ന ഫോഴ്സ് എപ്പോഴും ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലായതുകൊണ്ട് ഈ ഇലക്ട്രോണിന്മേൽ അപ്ലൈ ചെയ്യപ്പെടുന്ന ഫോഴ്സ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ്, അതായത് ഈ ഒരു ഡയറക്ഷനിലാണ് ആ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത്. അപ്പൊ വീണ്ടും ഈ കൊളീഷൻസ് കണ്ടിന്യൂ ചെയ്യുന്നു. വീണ്ടും കൊളീഷൻസ് നടക്കുന്നു. അതിന്റെ ഡയറക്ഷൻസ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അത് പോസിറ്റീവ് ചാർജിന്റെ അടുത്തേക്ക് മൂവ് ചെയ്ത് ഫൈനലി ഈ എൻഡിലേക്ക് അത് എത്തുന്നു. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത് കൊണ്ട് ഇലക്ട്രോൺസ് എല്ലാം, ഈ കണ്ടക്ടറിനകത്തുള്ള എല്ലാ ഫ്രീ ഇലക്ട്രോൺസിനും ഈ പോസിറ്റീവ് എൻഡിലേക്ക് ഒരു ഡ്രിഫ്റ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒരു പോസിറ്റീവ് എൻഡിലേക്ക് അതിനൊരു വെലോസിറ്റി ലഭിക്കുന്നു. അപ്പൊ നേരത്തെ ആയിരുന്നപ്പോൾ ആവറേജ് വെലോസിറ്റി 0 ആയിരുന്നു. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ എല്ലാ ഇലക്ട്രോൺസിനും ഈ ഒരു ഡയറക്ഷനിലേക്ക് ഒരു നെറ്റ് മൂവ്മെന്റ് ഉണ്ടാകുന്നു. അതിനൊരു നെറ്റ് വെലോസിറ്റി ലഭിക്കുന്നു. ആ വെലോസിറ്റിയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി, VD എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്ത് ഈ ഒരു എൻഡിൽ എത്തിയപ്പോൾ അത് ഈ പോസിറ്റീവ് ചാർജിനെ ന്യൂട്രലൈസ് ചെയ്തു. വീണ്ടും ഇതിനകത്തുള്ള ഫ്രീ ഇലക്ട്രോൺസ് എല്ലാം ഈ എൻഡിലേക്ക് എത്തുമ്പോൾ ഈ എൻഡിലുള്ള പോസിറ്റീവ് ചാർജസിനെ എല്ലാം ആ ഇലക്ട്രോൺസ് ന്യൂട്രലൈസ് ചെയ്യും. അപ്പൊ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രോൺ ഇവിടെ നിന്ന് മൂവ് ചെയ്തപ്പോൾ അതിന് പകരം ഇവിടെ എന്തുണ്ടായി? ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടായി. ആ പോസിറ്റീവ് ചാർജ് ഈ ഇവിടെയുള്ള നെഗറ്റീവ് ചാർജസിനെയും ന്യൂട്രലൈസ് ചെയ്യും. അപ്പൊ ഇലക്ട്രോൺസ് എല്ലാം ഈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ചാർജസ് എല്ലാം ഈ ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്ത് ഇവിടെയുള്ള നെഗറ്റീവ് ചാർജസിനെ എല്ലാം ന്യൂട്രലൈസ് ചെയ്തു. അങ്ങനെ കംപ്ലീറ്റ്ലി ഇവിടുത്തെ ചാർജസും നഷ്ടപ്പെടും. അപ്പൊ ഈ ഒരു ചാർജ്, രണ്ട് സൈഡിലുമുള്ള ചാർജ് കാരിയേഴ്സ് എല്ലാം കംപ്ലീറ്റ്ലി
ക്യാൻസൽ ആയി അവിടെയുള്ള ചാർജസ് എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു ഡ്രിഫ്റ്റ് ഉണ്ടാകുന്നില്ല. അപ്പോൾ വളരെ ഷോർട്ട് ഒരു ഇന്റർവെല്ലിൽ മാത്രം, വളരെ ഷോർട്ട് ടൈമിൽ മാത്രമാണ് ഈ ഒരു ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഡ്രിഫ്റ്റ് വെലോസിറ്റി പിന്നീട് ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അതിന്റെ ഇഫക്റ്റ് മൂലം ഒരു കറണ്ട് ഉണ്ടാകും. ആ കറണ്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിന് അക്രോസ് ഒരു ബാറ്ററി കണക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ബാറ്ററി അല്ലെങ്കിൽ സെല്ല് കണക്ട് ചെയ്താലാണ് പിന്നീട് ആ ഒരു കറണ്ട് അല്ലെങ്കിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി അവിടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇനി ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഡെഫിനിഷൻ നോക്കാം. The average velocity attained by electrons in a conductor due to an electric field is called drift velocity. അപ്പോൾ ആവറേജ് വെലോസിറ്റി എടുക്കുന്നതിന് കാരണം ഇവിടെ എല്ലാ ഇലക്ട്രോൺസിനും ഈ കൊളീഷൻസിന് ഇടയിലുള്ള ടൈം ഈക്വൽ ടൈം അല്ല. കൊളീഷൻസിന് ഓരോ കൊളീഷൻസിനും ഇടയിൽ വരുന്ന ടൈം ഇന്റർവെൽ ഡിഫറെന്റ് ആണ്. ഇവിടെ കൊളീഷൻസ് കുറച്ച് സമയം കൂടുതൽ എടുക്കുന്നുണ്ട്, അതേസമയം ഇവിടെ പെട്ടെന്ന് കൊളീഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈം വ്യത്യാസം ഉള്ളതുകൊണ്ട് ഈ ഇലക്ട്രോൺസിന് ലഭിക്കുന്ന ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ വാല്യൂ ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ we have to take average value. The average velocity attained by electrons in a conductor due to an electric field is called drift velocity. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഫ്രീ ഇലക്ട്രോൺസിന് ലഭിക്കുന്ന വെലോസിറ്റിയുടെ ആവറേജ് വെലോസിറ്റിയെ വിളിക്കുന്ന പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യണം. അതിനാദ്യം ഈ ഇലക്ട്രോൺസിന്മേൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, അപ്പോൾ ഈ ഒരു ഇലക്ട്രോൺ എടുക്കുക, അത് ഈ ഇലക്ട്രിക് ഫീൽഡിനകത്ത് ഇരിക്കുമ്പോൾ അതിന്മേൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ദാറ്റ് ഈസ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഇലക്ട്രോൺ ഡ്യൂ ടു ദ ഇലക്ട്രിക് ഫീൽഡ്. ഫോഴ്സിന്റെ ഇക്വേഷൻ F is equal to QE ആണ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു F is equal to QE. അപ്പോൾ ഇവിടെ Q എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്, ഇലക്ട്രോൺസിന്റെ ചാർജ് -E ആണ്. then we can write F is equal to -EE. അപ്പോൾ ഈ ഒരു ഇലക്ട്രോണിന്മേൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് -E into E. അപ്പോൾ ഫോഴ്സ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ആക്സിലറേഷൻ ഉണ്ടാവും, F is equal to ma. അപ്പോൾ ഈ ഫോഴ്സ് ഉള്ളതുകൊണ്ട് ആ ഇലക്ട്രോൺസിന്മേൽ ഒരു ആക്സിലറേഷൻ ഉണ്ടാകുന്നു. ആ ആക്സിലറേഷന്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം. ആക്സിലറേഷൻ F is equal to the acceleration of the electron, F is equal to ma ആണ്. then we can write A is equal to F by m. ഈ F ന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതി, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, -EE by m. അപ്പോൾ ഈ ഇലക്ട്രോണിന്മേൽ ആക്ട് ചെയ്യുന്ന ആക്സിലറേഷന്റെ വാല്യൂ A is equal to -EE by m. ഇതാണ് ഇതിന്മേൽ ആക്ട് ചെയ്യുന്ന ആക്സിലറേഷൻ. അപ്പൊ ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ നമുക്കറിയാം ആക്സിലറേഷൻ ഉള്ളതുകൊണ്ട് ഈ ഇലക്ട്രോൺസിന് ഒരു വെലോസിറ്റി ഗെയിൻ ഉണ്ടാകുന്നു. അപ്പൊ അതിന്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് അതിന്റെ വെലോസിറ്റിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ വെലോസിറ്റി we can write V is equal to AT. If T is the time between two successive collision. അപ്പൊ ഈ ആദ്യത്തെ ഒരു കൊളീഷൻ എടുക്കാം. ഒരു ഇലക്ട്രോൺ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തിയപ്പോൾ ഒരു കൊളീഷൻ നടന്നു. അപ്പൊ ആ കൊളീഷൻ എടുത്ത ടൈം എന്ന് പറയുന്നത് T എന്നെടുത്താൽ അത്രയും ടൈമാണ് അതിന്റെ വെലോസിറ്റി കൂട്ടുവാനായിട്ട് അതിന് ലഭിക്കുന്നത്. വെലോസിറ്റി ഗെയിൻ അതിന് ലഭിക്കുന്നത് അത്രയും ടൈമിലാണ്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ്. അപ്പോൾ വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ ഇൻടു ടൈം. അപ്പോൾ V ഈസ് ഈക്വൽ ടു AT. അപ്പോൾ ഇവിടെ എയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുവച്ചു. A ഈസ് ഈക്വൽ ടു -EE by m ആണ്. അപ്പോൾ എയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് we can write the velocity gained by electron V is equal to -EE by m into T. അപ്പോൾ എയുടെ വാല്യൂ -EE by m ആണ്, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ടൈം എടുത്തത് രണ്ട് കൊളീഷൻസിന് ഇടയ്ക്കുള്ള ടൈം T ആണ്, ദാറ്റ് ഈസ് EE by m into T. അപ്പോൾ ഇതാണ് ഇലക്ട്രോൺസിന് ലഭിക്കുന്ന വെലോസിറ്റി. അതായത് ഈ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ ഒരു ഇലക്ട്രോണിന് ലഭിച്ച വെലോസിറ്റി, ഒരു കൊളീഷൻ നടക്കുന്ന സമയത്തിനിടയ്ക്ക് ആ ഇലക്ട്രോണിന് ലഭിച്ച വെലോസിറ്റി ആണ് ഇത്. ഇനി നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ, ടോട്ടൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് തരം വെലോസിറ്റി കൺസിഡർ ചെയ്യണം. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാത്ത സാഹചര്യത്തിൽ ഈ ഇലക്ട്രോൺസ് റാൻഡം മോഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരുന്നു. ആ വെലോസിറ്റിയുടെ ആവറേജ് 0 ആണെന്ന് നമ്മൾ കണ്ടുവച്ചു. എന്നാലും ഇക്വേഷൻ നമ്മൾ എഴുതുമ്പോൾ ആ ഒരു വെലോസിറ്റിയും കൂടി നമ്മൾ ഇവിടെ സ്പെസിഫൈ ചെയ്യണം. ആ ഇലക്ട്രോൺസിന്റെ റാൻഡം മോഷൻ മൂലം അതിനൊരു വെലോസിറ്റി ഉണ്ടാകുന്നുണ്ട്. ആ വെലോസിറ്റികളുടെ ആവറേജ് പ്ലസ് ഈ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തതുകൊണ്ട് അതിന് ലഭിച്ച വെലോസിറ്റി ആണ് -EE by m into T. അപ്പൊ ഇവിടെ T എന്ന് പറയുന്ന ടൈം എല്ലാ കൊളീഷൻസിനും ഒരേ ടൈം അല്ല. ഇവിടെ കൊളീഷൻസിന് അടുത്ത ടൈം അല്ല ഈ രണ്ട് കൊളീഷനുകൾക്ക് ഇടയിലുള്ളത്. അതുപോലെ ഈ ഒരു കൊളീഷന്റെ ടൈം ഡിഫറെന്റ് ആണ്. ഓരോ കൊളീഷൻസും ഡിഫറെന്റ് ടൈം ഇന്റർവെല്ലാണ് നടക്കുന്നത്. അതുകൊണ്ട് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്ക് ഇപ്രകാരം എഴുതാം. ഡ്രിഫ്റ്റ് വെലോസിറ്റി VD is equal to VI average. അപ്പൊ VI average എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാത്ത സമയത്തും അത് റാൻഡം മോഷനിൽ മൂവ് ചെയ്യുന്നുണ്ട്. ആ റാൻഡം മോഷനിൽ മൂവ് ചെയ്യുമ്പോൾ അതിന്റെ ആവറേജ് എടുത്താൽ
ആ വാല്യൂ നമുക്ക് 0 ആണ് കിട്ടുക. അപ്പൊ ഇതിന്റെ വാല്യൂ 0 എന്നാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി E by m into t average. അപ്പൊ ഈ ടൈമിന്റെ എന്തെടുക്കണം? ആവറേജ് എടുക്കണം. അപ്പൊ എല്ലാ കൊളീഷൻസും ഒരേ ടൈം ഗ്യാപ്പിലല്ല നടക്കുന്നത്. ആ ടൈം ഇന്റർവൽ ഡിഫറെന്റ് ആയതുകൊണ്ട് നമുക്ക് ടിയുടെ എല്ലാം ആവറേജ് എടുക്കണം. ആ ആവറേജ് ടൈമിനെ നമ്മൾ വിളിക്കുന്നത് റിലാക്സേഷൻ ടൈം എന്നാണ്. ദ ആവറേജ് ടൈം ഇന്റർവൽ between two successive collisions is called relaxation time. അപ്പൊ എല്ലാ ടികളുടെയും എല്ലാ ടൈംസിന്റെയും ആവറേജ് എടുത്താൽ ആ ആവറേജിനെ വിളിക്കുന്ന പേരാണ് റിലാക്സേഷൻ ടൈം. ടോ എന്നാണ് നമ്മളത് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ഇക്വേഷനിൽ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഒരു ആവറേജ് വരുന്നത് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അതിന് ഇനീഷ്യൽ ആയിട്ടുണ്ടായിരുന്ന അതിന്റെ ആവറേജ് വെലോസിറ്റി ആണ്, അത് 0 ആണ്. സോ വി ക്യാൻ റൈറ്റ് വി ഡി ഈസ് ഈക്വൽ ടു 0 മൈനസ് ഇ ബൈ എം ഇൻറ്റു ടി ആവറേജ് എന്നുള്ളതാണ് റിലാക്സേഷൻ ടൈം. അതിന് ടോ എന്ന് റെപ്രസെന്റ് ചെയ്തു. Then we can write Vd is equal to minus E by m into tau. But tau എന്നത് relaxation time, the average time interval between two successive collisions. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇലക്ട്രിക് E എന്നത് ഇലക്ട്രോണിന്റെ ചാർജ്, അതൊരു കോൺസ്റ്റന്റ് ആണ്. ക്യാപിറ്റൽ ലെറ്റർ E എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ്, അതും കോൺസ്റ്റന്റ് ആണ്. m എന്നത് മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്. അപ്പൊ ഈ ഒരു ടേംസ് എല്ലാം കോൺസ്റ്റന്റ് ടേംസ് ആണ്. അതായത് E by m is a constant. അപ്പൊ ഇവിടെ വാരിയബിൾ വരുന്നത് ഈ റിലാക്സേഷൻ ടൈം ടി എന്നതാണ്. സോ വി ക്യാൻ റൈറ്റ് വി ഡി പ്രൊപ്പോർഷണൽ ടു ടോ. അപ്പൊ റിലാക്സേഷൻ ടൈം കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ വാല്യൂ കൂടുന്നു. അപ്പൊ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് റിലാക്സേഷൻ ടൈമിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. Now we have to derive a relation connecting drift velocity and current. ഒരു കണ്ടക്ടറിന് അക്രോസ് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിലെ ഫ്രീ ഇലക്ട്രോൺസിന് ഡ്രിഫ്റ്റ് വെലോസിറ്റി ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നുണ്ട്. ആ കറണ്ടിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. ഫോർ ദിസ് വി ആർ കൺസിഡറിങ് എ കണ്ടക്ടർ. ഈ കണ്ടക്ടറിന് അക്രോസ് ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു. ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. അതായത് ഈ എൻഡ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്, ഈ എൻഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. അപ്പോൾ ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തതുകൊണ്ട് ഈ കണ്ടക്ടറിലെ ഫ്രീ ഇലക്ട്രോൺസിന് ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉണ്ടാകുന്നു. അതായത് ഈ ഇലക്ട്രോൺസിന്റെ ഡ്രിഫ്റ്റ് വെലോസിറ്റി വീതി ആണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നു. നൗ വി ആർ കൺസിഡറിങ് എ ടൈം ഡെൽറ്റ ടി. ആ ഡെൽറ്റ ടി എന്നുള്ള ടൈമിൽ ഈ ഫ്രീ ഇലക്ട്രോൺ, ഈ എൻഡിലുള്ള ഒരു ഇലക്ട്രോൺ ട്രാവൽ ചെയ്ത് ഈ ഒരു എൻഡ് വരെ ട്രാവൽ ചെയ്യുന്നു. അപ്പൊ അതിനെടുക്കുന്ന ടൈമാണ് ഡെൽറ്റ ടി. അപ്പൊ ഡെൽറ്റ ടി എന്നുള്ള ടൈമിൽ ഫ്രീ ഇലക്ട്രോൺസ് ട്രാവൽ ചെയ്യുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ ഈ ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ നമുക്ക് എഴുതണം. വെലോസിറ്റി വി നോ, വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, ദെൻ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. അപ്പൊ ഇവിടെ ഇലക്ട്രോൺസ് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി വി ഡി ആണ്. ആ ടൈം എന്ന് പറയുന്നത് ഇത്രയും ട്രാവൽ ചെയ്യാനായിട്ട് എടുത്ത ടൈം ഡെൽറ്റ ടി ആണ്. അങ്ങനെയാണെങ്കിൽ the distance traveled in time delta t is equal to Vd into delta t. അപ്പോൾ velocity Vd time delta t. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിന് നമുക്ക് വാല്യൂ എഴുതാം. that's equal to Vd delta t. അപ്പോൾ ഡെൽറ്റ ടി എന്നുള്ള ടൈം കൊണ്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് Vd delta t. ഇനി ഇതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A ആണെങ്കിൽ ഈ ഒരു കണ്ടക്ടറിന്റെ വോളിയം നമുക്ക് എടുക്കാം. അപ്പോൾ ഈ വോളിയം എടുത്താലാണ് ഇതിനകത്ത് ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് കാണാനായിട്ട് പറ്റുക. അപ്പൊ നമുക്ക് ആദ്യം ഈ ഒരു കണ്ടക്ടറിന്റെ വോളിയം കൺസിഡർ ചെയ്യാം. അപ്പൊ വോളിയം എന്ന് പറയുന്നത് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് ആയതുകൊണ്ട് ഇതിന്റെ ഏരിയ ഇൻറ്റു ഈ ലെങ്ത്. അപ്പൊ ഏരിയ ഇൻറ്റു ലെങ്ത് ആണ് അതിന്റെ വോളിയം വരുന്നത്. ദാറ്റ് ഈസ് വോളിയം ഓഫ് ദ കണ്ടക്ടർ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു വി ഡി ഡെൽറ്റ ടി. അപ്പൊ ഇതാണ് ഈ ഒരു കണ്ടക്ടറിന്റെ വോളിയം. ഇനി ഈ ഒരു വോളിയത്തിലെ ഒരു യൂണിറ്റ് വോളിയം എടുത്തു, ഒരു 1 മില്ലിമീറ്റർ ക്യൂബ് ഒരു ചെറിയൊരു യൂണിറ്റ് വോളിയം എടുത്താൽ അതിനകത്തുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം n ആണെങ്കിൽ ദാറ്റ് ഈസ് ലെറ്റ് n be the number of electrons per unit volume of the conductor. അപ്പൊ ഈ കണ്ടക്ടറിലെ യൂണിറ്റ് വോളിയത്തിനകത്തുള്ള ഇലക്ട്രോൺസിന്റെ നമ്പർ n ആണെങ്കിൽ നമ്മൾ എടുത്ത ഈ ഒരു വോളിയം, ഇതിന്റെ മൊത്തം വോളിയം നമുക്കറിയാം എ വി ഡി ഡെൽറ്റ ടി ആണ്. അപ്പൊ ഈ ഒരു വോളിയത്തിനകത്തുള്ള ഇലക്ട്രോൺസ് എത്രയായിരിക്കും? ഈ ഒരു വോളിയത്തിന് ഇതിലെ യൂണിറ്റ് വോളിയത്തിനകത്ത് n ആണെങ്കിൽ ഇതിന്റെ ടോട്ടൽ വോളിയത്തിലെ ഇലക്ട്രോൺസിന്റെ എണ്ണം കിട്ടാനായിട്ട് അതിനെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ കണ്ടക്ടർ ഇസ് ഈക്വൽ ടു n ഇൻറ്റു എ വി ഡി ഡെൽറ്റ ടി. അപ്പൊ ഈ കണ്ടക്ടറിന്റെ വോളിയത്തിനെ അതിലെ നമ്പർ ഡെൻസിറ്റി എന്നാണ് ഇതിനെ വിളിക്കുക. n is the number density of electrons. ആ ഇലക്ട്രോൺസിന്റെ ഡെൻസിറ്റി എന്ന് പറയാം. ആ ഇലക്ട്രോൺസിന്റെ ഡെൻസിറ്റി n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ
ഇതിനകത്തുള്ള ടോട്ടൽ ഇലക്ട്രോൺസിന്റെ എണ്ണം നമുക്ക് കിട്ടും. അപ്പൊ ഇതാണ് NaVd ΔT എന്നതാണ് ഈ ഒരു കണ്ടക്ടറിനകത്തുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടക്ടറിനകത്തുള്ള ടോട്ടൽ ചാർജ് നമുക്ക് കാണാം. ഒരു ഇലക്ട്രോണിന്റെ ചാർജ് E ആണ്. അപ്പൊ ഇവിടെയുള്ള ടോട്ടൽ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഇത്രയുമാണ്. അപ്പൊ അതിനെ ഈ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ അതിന്റെ ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ കണ്ടക്ടറിനകത്തെ ടോട്ടൽ ചാർജ് ലഭിക്കും. That is the total charge of electrons in the conductor. That is Q is equal to, ഇതാണ് ടോട്ടൽ നമ്പർ. അപ്പൊ 100 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ 100 ഇൻറ്റു ഇലക്ട്രോണിന്റെ ചാർജ് E, അത്രയും ആയിരിക്കും അതിലെ ടോട്ടൽ ചാർജ്. അപ്പൊ ടോട്ടൽ നമ്പർ NaVd ΔT ആണ്. അതിനെ ആ ടോട്ടൽ നമ്പർ അതിനകത്തുള്ള ഒരു ചാർജിന്റെ വാല്യൂ ഇലക്ട്രോണിന്റെ ചാർജ് E ആണ്. അപ്പൊ NaVd ΔT ഇൻറ്റു E, അതാണ് നമ്മൾ ഇവിടെ എഴുതിയേക്കുന്നത് NeaVd ΔT. അപ്പൊ ഇത്രയും ചാർജസ് ആണ് ഇതിനകത്ത് ഫ്ലോ ചെയ്യുന്നത്. ΔT എന്നുള്ള ഒരു ടൈമില് ഇത്രയും ചാർജസിന്റെ ഫ്ലോ ആണ് ഈ ഒരു കണ്ടക്ടറിനകത്ത് നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ചാർജ് ഫ്ലോ ചെയ്യുന്നു. ചാർജ് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ കറണ്ട് ഡെവലപ്പ് ചെയ്യുന്നു. കറണ്ട് എന്നത് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ആണ്. അപ്പൊ കറണ്ടിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് കറണ്ട് I is equal to Q by ΔT. അപ്പൊ Q by ΔT, Qന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുവച്ചു. Qന്റെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് I is equal to Qന്റെ വാല്യൂ NeaVd ΔT divided by ΔT. അപ്പൊ ടൈം ഇന്റർവെൽ ΔT get cancelled, then we get I is equal to NeaVd. So this is the equation for current due to the drift of electrons. അപ്പൊ ഇലക്ട്രോൺസിന്റെ ഡ്രിഫ്റ്റ് മൂലം ഉണ്ടാകുന്ന കറണ്ട് ആണ് I is equal to NeaVd. അപ്പൊ ഇവിടെ N എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെ ഡെൻസിറ്റി ആണ്, അതായത് യൂണിറ്റ് വോളിയത്തിനകത്തുള്ള ഇലക്ട്രോൺസിന്റെ നമ്പർ. E എന്നത് ചാർജ് ഓഫ് ഇലക്ട്രോൺ, then A is the area of cross section and Vd is the drift velocity of electron. അപ്പൊ ഇവിടെ നോക്കിയാൽ NeA, N എന്നത് ഇലക്ട്രോണിന്റെ ഡെൻസിറ്റി, അത് കോൺസ്റ്റന്റ് ആണ്. ഈ ഇലക്ട്രോണിന്റെ ചാർജും കോൺസ്റ്റന്റ് ആണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈസ് ഓൾസോ കോൺസ്റ്റന്റ്. അപ്പൊ ഇവിടെ ഒരു വാരിയബിൾ വരുന്നത് Vd എന്നതാണ്. അപ്പൊ I is proportional to Vd എന്ന് പറയാം. അതായത് ഡ്രിഫ്റ്റ് വെലോസിറ്റി കൂടുതലാണെങ്കിൽ കറണ്ടിന്റെ വാല്യൂ കൂടുതലായിരിക്കും. നമ്മൾ നേരത്തെ കണ്ടു ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു റിലാക്സേഷൻ ടൈം. അപ്പൊ റിലാക്സേഷൻ ടൈം തൊട്ടടുത്ത കൊളീഷനുകൾക്ക് ഇടയിലുള്ള ടൈമാണ് റിലാക്സേഷൻ ടൈം. ആ റിലാക്സേഷൻ ടൈം കൂടിയാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി കൂടും. ഡ്രിഫ്റ്റ് വെലോസിറ്റി കൂടിയാൽ അതിനനുസരിച്ച് കറണ്ടിന്റെ വാല്യൂ കൂടും. അപ്പോൾ ഇവിടെ ഈ കറണ്ട് ഒരു ഷോർട്ട് ഇന്റർവെൽ മാത്രമാണ് ഉണ്ടാകുന്നത്. നമ്മൾ നേരത്തെ കണ്ടു രണ്ട് എൻഡിലെയും ചാർജസ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആ കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നില്ല. പിന്നീട് അങ്ങോട്ട് കറണ്ട് ഫ്ലോ നിലനിർത്തണമെങ്കിൽ, മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇതിനെ ക്രോസ് നമ്മൾ ഒരു ബാറ്ററി കണക്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഒരു കോൺസ്റ്റന്റ് സപ്ലൈ ഓഫ് കറണ്ട് ലഭിക്കും. നെക്സ്റ്റ്, കറന്റ് ഡെൻസിറ്റി. Current density is the current per unit area taken normal to the current and is denoted by J. That is, we are considering a conductor. ഈ കണ്ടക്ടറിന് അക്രോസ് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നേരത്തെ കണ്ടു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്താൽ ഇതിലെ ഫ്രീ ഇലക്ട്രോൺസ് ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡ്രിഫ്റ്റ് ചെയ്യും. അപ്പൊ ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് ഈ ഒരു ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുക, ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അപ്പൊ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത്, അതായത് നെഗറ്റീവ് ചാർജസ് ആണ് ഇലക്ട്രോൺ. അപ്പൊ നെഗറ്റീവ് ചാർജസിന്റെ ഫ്ലോ ഇങ്ങോട്ടാണെങ്കിൽ പോസിറ്റീവ് ചാർജസ് ഫ്ലോ ചെയ്യുന്നത് എപ്പോഴും ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷൻ, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോസിറ്റീവ് ചാർജസ് മൂവ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് കറണ്ടിന്റെ ഡയറക്ഷൻ നമ്മൾ എപ്പോഴും എടുക്കുന്നത് പോസിറ്റീവ് ചാർജസ് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ ആണ്. അപ്പൊ പോസിറ്റീവ് ചാർജസ് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടാണ്. അതുകൊണ്ട് കറണ്ടിന്റെ ഡയറക്ഷൻ നമുക്ക് ഇപ്രകാരം എടുക്കാം, അതായത് ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലായിരിക്കും എപ്പോഴും കറണ്ടിന്റെ ഡയറക്ഷൻ വരുന്നത്. അപ്പൊ ഈ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷന് നോർമൽ ആയിട്ട്, അതായത് പെർപെൻഡിക്കുലർ ആയിട്ട് വി ആർ കൺസിഡറിങ് എ സർഫസ്. ആ സർഫസിന്റെ ഏരിയ നമ്മൾ എടുത്തിരിക്കുന്നത് A. അപ്പോൾ ഈ ഒരു കണ്ടക്ടറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സർഫസിലൂടെ പാസ് ചെയ്യുന്ന, അതിന്റെ യൂണിറ്റ് ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട്, അതിനെയാണ് കറന്റ് ഡെൻസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കറണ്ട് പെർ യൂണിറ്റ് ഏരിയ, ദാറ്റ് ഈസ് I by A. അപ്പോൾ കറന്റ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് ഇപ്രകാരം എഴുതാം: J is equal to I by A. That is, current density is the current per unit area. അപ്പോൾ ആ ഏരിയ നമ്മൾ എടുക്കേണ്ടത് കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷന് നോർമൽ ആയിട്ടാണ്, പെർപെൻഡിക്കുലർ ആയിട്ടാണ്. ഇനി കറണ്ടിന്റെ വാല്യൂ നമുക്കറിയാം, I is equal to NeaVd ഓൾറെഡി നമ്മൾ ഡിറൈവ് ചെയ്തു. That is, I is equal to NeaVd. ഇനി ആ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
അതിനു മുന്നേ വി ഡിയുടെ ഇക്വേഷൻ നമുക്കറിയാം. വി ഡി എന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ വാല്യൂ വി ഡി ഇസ് ഈക്വൽ ടു മൈനസ് ഇ ബൈ എം ഇൻറ്റു ടോ. അപ്പൊ ഇവിടെ നെഗറ്റീവ് സൈൻ വന്നത് ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്, അതുകൊണ്ട് മൈനസ് ഇ ബൈ എം ഇൻറ്റു ടോ എന്ന് നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റി കിട്ടി. വി ആർ കൺസിഡറിങ് കറണ്ടിന്റെ ഡയറക്ഷൻ. അപ്പൊ പോസിറ്റീവ് ചാർജസിന്റെ ഫ്ലോ തന്നെ എടുക്കുകയാണെങ്കിൽ ഇത് പ്ലസ് ഇ ബൈ എം ഇൻറ്റു ടോ എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ഇവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുള്ളൂ. ദാറ്റ് ഈസ് ഐ ഇസ് ഈക്വൽ ടു എൻ ഇ ബൈ എം ഇൻറ്റു ടോ. അപ്പൊ ഇവിടുത്തെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, വി ഡിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തു. ഇ ഇൻറ്റു ഇ ദാറ്റ് ഈസ് ഇ സ്ക്വയർ ആണ്. ദെൻ വി ഗെറ്റ് ഐ ഇസ് ഈക്വൽ ടു എൻ ഇ സ്ക്വയർ എ ടോ ഇ ബൈ എം. അപ്പൊ കറണ്ടിന്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടി. ഇനി കറണ്ട് ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. ജെ ഇസ് ഈക്വൽ ടു ഐ ബൈ എ ആണ്, ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കറണ്ട് ഡെൻസിറ്റി ജെ ഇസ് ഈക്വൽ ടു ഐ ബൈ എ. അപ്പൊ ഐയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, എൻ ഇ സ്ക്വയർ എ ടോ ഇ ബൈ എം ഡിവൈഡഡ് ബൈ എ. അപ്പൊ ഈ ഏരിയ ഗെറ്റ് ക്യാൻസൽഡ്. ദെൻ വി ഗെറ്റ് ജെ ഇസ് ഈക്വൽ ടു എൻ ഇ സ്ക്വയർ ടോ ബൈ എം ഇൻറ്റു ഇ. ഇവിടെ എൻ ഇ സ്ക്വയർ ടോ ബൈ എം എന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് കോൺസ്റ്റന്റ് ഈസ് ഡിനോട്ടഡ് ആസ് സിഗ്മ. ദെൻ വി ക്യാൻ റൈറ്റ് ജെ ഇസ് ഈക്വൽ ടു സിഗ്മ ഇ. അപ്പൊ കറണ്ട് ഡെൻസിറ്റിയുടെ ഫൈനൽ ഇക്വേഷൻ വരുന്നത് ജെ ഇസ് ഈക്വൽ ടു എൻ ഇ സ്ക്വയർ ടോ ബൈ എം ഇൻറ്റു ഇ ആണ്. അതിലെ കോൺസ്റ്റന്റ് വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, സിഗ്മ. ദാറ്റ് ഈസ് ജെ ഇസ് ഈക്വൽ ടു സിഗ്മ ഇ. ഹിയർ സിഗ്മ is equal to n square tau by m. അപ്പോൾ ഈ n square tau by m ന് പകരമാണ് സിഗ്മ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ആൻഡ് സിഗ്മ ഈസ് കോൾഡ്, ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ്, ഇറ്റ് ആൻഡ് കോൾഡ് കണ്ടക്ടിവിറ്റി ഓഫ് ദിസ് കണ്ടക്ടർ. അപ്പോൾ ഈ കണ്ടക്ടറിന്റെ കണ്ടക്ടിവിറ്റി ആണ് സിഗ്മ. ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് ഫോർ എ കണ്ടക്ടർ. അപ്പോൾ കണ്ടക്ടിവിറ്റി എന്താണെന്ന് we will discuss in the next section. We will discuss resistance, then conductance, resistivity and conductivity. അപ്പോൾ കണ്ടക്ടിവിറ്റി എന്താണെന്ന് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ കാണാം. നെക്സ്റ്റ് മൊബിലിറ്റി. മൂവിംഗ് ചാർജ് കാരിയേഴ്സ് ആണ് ഒരു മെറ്റീരിയലിനകത്ത് കണ്ടക്ടിവിറ്റി പോസിബിൾ ആക്കുന്നത്. ദാറ്റ് ഈസ് കണ്ടക്ടിവിറ്റി അറൈസസ് ഫ്രം മൂവിംഗ് ചാർജ് കാരിയേഴ്സ്. ചാർജ് കാരിയേഴ്സ് മൂവ് ചെയ്യുമ്പോൾ കണ്ടക്ടിവിറ്റി ഉണ്ടാകുന്നു, അതിനനുസരിച്ച് ഒരു കറണ്ട് അവിടെ ഡെവലപ്പ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ കണ്ടത് കണ്ടക്ടേഴ്സ് ആയിരുന്നു. കണ്ടക്ടേഴ്സിനകത്ത് ഫ്രീ ഇലക്ട്രോൺസ് ആണ് മൂവ് ചെയ്യുന്നത്. ഓൾ മെറ്റൽസ് ആർ കണ്ടക്ടേഴ്സ്. അപ്പോൾ മെറ്റൽസിന്റെ കേസ് പറയുകയാണെങ്കിൽ ഫോർ മെറ്റൽസ് ദീസ് മൊബൈൽ ചാർജ് കാരിയേഴ്സ് ആർ ഇലക്ട്രോൺസ്. സോ ഇൻ മെറ്റൽസ് ദീസ് മൊബൈൽ ചാർജ് കാരിയേഴ്സ് ആർ ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് ആണ് അവിടുത്തെ ചാർജ് കാരിയേഴ്സ്. ഇഫ് യു ടേക്ക് ആൻ അയോണൈസ്ഡ് ഗ്യാസ്, ഒരു അയോണൈസ്ഡ് ഗ്യാസ് എടുത്താൽ അയോണൈസ്ഡ് ഗ്യാസും കണ്ടക്ട് ചെയ്യും. അവിടെ ചാർജ് കാരിയേഴ്സ് ആയിട്ട് വരുന്നത് ഇലക്ട്രോൺസും പോസിറ്റീവ് ചാർജ് ഉള്ള അയോൺസുമാണ്. ഇൻ ആൻ അയോണൈസ്ഡ് ഗ്യാസ് ദേ ആർ ഇലക്ട്രോൺസ് ആൻഡ് പോസിറ്റീവ് ചാർജ്ഡ് അയോൺസ്. ഇപ്പൊ ഇലക്ട്രോൺസും മൂവ് ചെയ്യുന്നുണ്ട്, പോസിറ്റീവ് ചാർജ്ഡ് അയോൺസും മൂവ് ചെയ്ത് അവിടെ കണ്ടക്ടിവിറ്റി പോസിബിൾ ആകുന്നുണ്ട്. നെക്സ്റ്റ് വി ആർ ടേക്കിംഗ് ആൻ ഇലക്ട്രോലൈറ്റ്. ഒരു ഇലക്ട്രോലൈറ്റ് എടുത്താൽ ആ ഇലക്ട്രോലൈറ്റിനകത്ത് പോസിറ്റീവ് അയോൺസും ഉണ്ടാകുന്നുണ്ട്, നെഗറ്റീവ് അയോൺസും ഉണ്ടാകുന്നുണ്ട്. ഒരു എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ് എടുത്താൽ അവിടെ Na+ അയോൺസും Cl- അയോൺസും ഉണ്ടാകുന്നു. ഈ പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസും മൂവ് ചെയ്ത് അവിടെ കണ്ടക്ടിവിറ്റി പോസിബിൾ ആകുന്നു. ഇൻ എൻ ഇലക്ട്രോലൈറ്റ് ദീസ് ക്യാൻ ബി ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ്. അപ്പോൾ മൊബൈൽ ആയിട്ടുള്ള ചാർജ് കാരിയേഴ്സ് ആണ് കണ്ടക്ടിവിറ്റി പോസിബിൾ ആക്കുന്നത്. അപ്പോൾ ഈ ചാർജ് കാരിയേഴ്സിന്റെ മൊബിലിറ്റി എന്താണെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. മൊബിലിറ്റി mu defined as the magnitude of the drift velocity per unit electric field. ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ ചാർജ് കാരിയേഴ്സിന് ഡ്രിഫ്റ്റ് വെലോസിറ്റി ലഭിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ്, ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ്, അതാണ് മൊബിലിറ്റി. ദാറ്റ് ഈസ് mu is equal to Vd by E. ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ഡിയുടെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. Vd is equal to E by m into tau. ഇവിടെ പോസിറ്റീവ് ചാർജ് കാരിയേഴ്സോ നെഗറ്റീവ് ചാർജ് കാരിയേഴ്സോ വരാം, അതുകൊണ്ട് സൈൻ കൺസിഡർ ചെയ്യേണ്ട. വി ടേക്ക് ഓൺലി ദ മാഗ്നിറ്റ്യൂഡ്. ആ ഈ വാല്യൂ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് mu is equal to വി ഡിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, E by m into tau divided by E. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ ഗെറ്റ് ക്യാൻസൽഡ്. ദെൻ വി ഗെറ്റ് mu is equal to E tau by m. അപ്പോൾ മൊബിലിറ്റിയുടെ ഇക്വേഷൻ mu is equal to E tau by m. ഇവിടെ tau എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടു റിലാക്സേഷൻ ടൈം ആണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദ ആവറേജ് ടൈം ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻസ്.